നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ബസ് ഡ്രൈവർമാരുടെ മത്സര ഓട്ടത്തിനെതിരെ പ്രതിഷേധം, ബോധവൽക്കരണവുമായി കോൺഗ്രസ് പ്രവർത്തകർ. പശ്ചിമ കൊച്ചിയിൽ ബസ് ഡ്രൈവർമാരുടെ മത്സര ഓട്ടം മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത്. പള്ളുരുത്തി മരുന്നുകട ബസ് സ്റ്റോപ്പിന് സമീപം നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകുന്നേരം സജിമോൻ എന്ന സ്വകാര്യ ബസ്സിടിച്ച് പെരുമ്പടുപ്പ് സ്വദേശി സജിമോൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ശക്തമായത്. പ്രദേശത്ത് ഇതുവരെ 9ാമത്തെ മരണമാണ് മത്സര ഓട്ടവുമായി ബന്ധപ്പെട്ട അപകടങ്ങളിലൂടെ ഉണ്ടായതെന്ന് പ്രവർത്തകർ പറഞ്ഞു. ബസ് ഡ്രൈവർമാർ നിയന്ത്രണം വിട്ട് ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കുന്നതും ചിലർ മദ്യപിച്ചോ ലഹരി മരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. മനുഷ്യജീവിതത്തിന് വില കൽപ്പിക്കാതെ നടക്കുന്ന ഇത്തരം മത്സര ഓട്ടങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവർ പറഞ്ഞു. വെള്ളിയാഴ്ച അപകടത്തിൽ മരിച്ച സജിമോന്റെ മകളുടെ വിവാഹം അടുത്ത മാസം നടക്കാനിരിക്കെ പിതാവിനെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖം എല്ലാവരും മനസ്സിലാക്കണമെന്ന് പ്രവർത്തകർ ആരോപിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആദ്യഘട്ടമായി ബോധവൽക്കരണമാണ് സംഘടിപ്പിച്ചതെന്നും ഇതിലൂടെ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണെന്നും പ്രവർത്തകർ വ്യക്തമാക്കി. എന്നാൽ ഇതിലും മാറ്റമുണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ നടപടികളിലേക്ക് കടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ബസ് യാത്രക്കാരിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സമാധാനപരമായ രീതിയിലാണ് പ്രതിഷേധം ആരംഭിച്ചതെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ വലിയൊരു അപകടത്തിനാണ് ഞങ്ങൾ പ്രതികരിക്കാൻ ഇവിടെ വന്നത്. ബസ് ഡ്രൈവർമാരുടെ മത്സരോട്ടം കൊണ്ട് പശ്ചിമ കൊച്ചിയിൽ ഇപ്പം 9ാമത്തെ മരണമാണ് സംഭവിച്ചത്. ആ ഒരു സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്ന് കരുതി നമ്മളിവിടെ പള്ളുരുത്തി മരുന്നുകട ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് എല്ലാ ബസ് ഡ്രൈവർമാരെയും അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുകയാണ്. ഈ ബോധവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സര ഓട്ടം നിങ്ങൾ നിർത്തണം. മത്സര ഓട്ടത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഒരു പറ്റം കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചുകൂടി ഇവിടെ പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധം കൊണ്ടും അവരുടെ കണ്ണ് തുറന്നില്ല എങ്കിൽ പശ്ചിമ കൊച്ചിയിലേക്കുള്ള ബസ് ഡ്രൈവർമാരെ ഞങ്ങൾ തടയും, അവരുടെ ഓട്ടം നിർത്തും. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ അടങ്ങൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്നലെ മരിച്ച ആ സഹോദരന്റെ മകളുടെ വിവാഹമാണ് അടുത്ത മാസം നടക്കേണ്ടത്. ആ കുഞ്ഞിന്റെ വിവാഹം നടക്കുമ്പോൾ പിതാവില്ലാതെ ഉള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണ് അവസ്ഥ? ഡ്രൈവർമാർ ഇവിടെ ഒട്ടുമുക്കാലും മരുന്ന് അടിച്ചും മദ്യപിച്ചുമെല്ലാമാണ് വാഹനം ഓടിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ ബോധമില്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്. ആ ബോധമില്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് മത്സരോട്ടമായി മാറുന്നത്. മത്സരോട്ടം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്പീഡിലേക്ക് പോയി അപകടത്തെ വിളിച്ചു വരുത്തുകയാണ്. മനുഷ്യ ജീവന് വില കൽപ്പിക്കാതെ അപകട ഓട്ടത്തിലൂടെ ഓവർ സ്പീഡിലൂടെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഡ്രൈവർമാർക്ക് ചുട്ട മറുപടി അടുത്ത കാലങ്ങളിൽ ഞങ്ങൾ കൊടുക്കും. അതുണ്ടാകാതിരിക്കാൻ ആദ്യമേ തന്നെ ഞങ്ങൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ സ്പീഡിൽ മാത്രം പോകുക. അതിൽ കൂടുതൽ ഓവർ സ്പീഡോടുകൂടി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തടയും, ഇവിടെ വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു പറ്റം കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചു കൂടിക്കൊണ്ട് എല്ലാ വണ്ടിയും തടഞ്ഞു നിർത്തി അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു മനസ്സിലാക്കിയത്. ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ, ജോലിക്ക് പോകുന്നവരുണ്ട്, വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരുണ്ട്, പല രീതി ആസ്പത്രിയിൽ പോകുന്നവരുണ്ട്. അവരെയെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ജനങ്ങൾ നമുക്കെതിരാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമായി ബോധവൽക്കരണം നടത്തിയത്. അതുകൊണ്ടും അവരുടെ കണ്ണു തുറന്നില്ല എങ്കിൽ ശക്തമായ പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.